അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് ഉബുദിലുള്ള റൈഫ് ടെറസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് റൈഫ് ടെറസുകൾ ഉണ്ട് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ ഏർലി മോർണിംഗ് നമ്മളെത്തി. ഇപ്പോൾ രാവിലെ 6 ആവുന്നേ ഉള്ളൂ. ഇത് ഓപ്പൺ ആയിട്ടില്ല. 7 മണി കഴിയും ഇത് തുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അതെ, നല്ല നമ്മൾ റൈസ് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ പാടാണല്ലോ ഓർമ്മ വരാം. പക്ഷെ അങ്ങനെയല്ല, ഇത് സ്റ്റെപ്പ് ആയിട്ട് പല ഇതില് അവിടെ ഇങ്ങനെ ഭയങ്കര നല്ല വ്യൂ ആണ് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. രണ്ട് റൈഫ് ടെറസാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ലോക്കലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. പക്ഷെ ഇത് ഓപ്പൺ ചെയ്യാൻ ടൈം എടുക്കും. ഇത് രാവിലെ ഒരു 8 മണിയായിട്ടേ തുറക്കുള്ളൂ. മറ്റേത് ചിലപ്പോൾ നേരത്തെ തുറന്നിട്ടുണ്ടാവും. ബട്ട് ബെറ്റർ എപ്പോഴും നമ്മൾ ഇവിടെ പോകുന്നതായിരിക്കും എന്നാ പറഞ്ഞത്. 6 റിസോർട്ടുകളുടെ ഒരു ഭാഗ്യം നോക്കി നീ. ആ പൂളിന്നൊക്കെ ഡയറക്റ്റ് നമ്മുടെ ഇവിടേക്ക് വ്യൂ. അപ്പൊ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാവേണ്ട ടൈമായിട്ടോ. ആരും ഇല്ല ഇപ്പൊ ഈ സമയത്ത്. ആക്ച്വലി നമ്മൾ നേരത്തെ വന്നോണ്ട് വേണമെങ്കിൽ നീ അവിടെ ഇരുന്നോട്ട് ഒരു ഫോട്ടോ എടുത്ത് തരാം. പ്രശ്നമാവോ? പ്രശ്നമായാലും ഇതിന്റെ പൈസ കൊടുത്താൽ പോരെ. ആരെങ്കിലും വരാണെങ്കിൽ പൈസ കൊടുക്കാം. ഷുവർ. എടാ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ത്രില്ല് വേണ്ടേ? ഒരാളൊന്നും പറയില്ല. ഞാനില്ലേ മേരി മാർക്കറ്റ്, ധൈര്യമായിട്ട് പോ. ഇതിപ്പോ കടക്കാൻ പാടില്ല, ലോക്ക്ഡൌൺ. നമ്മൾ ജസ്റ്റ് പോയി നോക്കണ്ട. ഇത് ഒരിക്കലും കറക്കരുത്. എന്റെ മേരി മാർഗരറ്റ്, യു ആർ ദ ബെസ്റ്റ്. ഫോട്ടോ എടുത്താ രാവിലെ വന്ന് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് കേട്ടോ. ഇനി ഊഞ്ഞാലാടാൻ പറ്റും നോക്കാം നമുക്ക്. അത് ഫ്രീ ആയിട്ട് പറ്റുമോ? വേണ്ട, സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ വേണം. അങ്ങനെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു. മേരി മാർഗരറ്റ് അതിസാഹസികമായി തിരിച്ചെത്തിയിരിക്കുന്നു. ഫ്രീ ആയിട്ട് 50,000 ലാഭിച്ചു. ഇതിന് 50,000 അല്ലടാ, 10,000. ഇനി ഒരു കാര്യം ചെയ്യാം, ഇനി നിന്നെ ഊഞ്ഞാലേക്ക് ഞാൻ അങ്ങോട്ട് വിടാം. വേണ്ട, തിരിച്ചു വന്നില്ലെങ്കിൽ രസമായിരിക്കും. അതിന് അവരെന്നെ വേണം. ഇപ്പൊ നമ്മുടെ കോഫി ഷോപ്പ് തുറന്നിട്ടുണ്ടാവും. കോഫി അടിച്ചാലോ? നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഒരു 6 മണി കഴിയുമ്പോഴേക്കും ഇവിടെ എത്താനായിട്ട് നോക്കാം. അപ്പോഴേക്കും വെളിച്ചം വന്നിട്ടുണ്ടാവും. ആൾക്കാരും എത്തിണ്ടാവില്ല. ആൾക്കാർ ആരും ഇല്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി 2-3 ഫോട്ടോസ് എടുത്താലോ? മേരി മാർഗരറ്റ്, ഐ ലവ് യു. പിണ്ടിയായി ഗൈസ്. പിണ്ടിയാ? വാഴപ്പിണ്ടി. ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു. കേറാൻ അതുപോലെ കുത്തനെ സ്റ്റെപ്സ് ആയതുകൊണ്ടേ ഇനി എങ്ങോട്ടാ ഗൈസ്? അങ്ങനെ നമ്മൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. അവിടെ വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും കഴിക്കണം. അത് മാത്രമല്ല നമുക്ക് വിശക്കുന്നുണ്ട് കുറച്ച്. രാവിലെ ഒന്നും കഴിക്കാണ്ടാണല്ലോ ഇറങ്ങിയത്. എന്തൊക്കെ നമ്മൾ ഓർഡർ ചെയ്തത്? നമ്മളിപ്പോൾ ലുവ കോഫി, ആപ്പിൾ സ്ട്രോബെറി ഓറഞ്ചിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു ഷുഗർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ജ്യൂസ്. അപ്പൊ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് തെഗുനുഗാൻ വാട്ടർഫോളിലാണ്. ബാലിയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വാട്ടർഫോൾ എന്നാണ് ഇതിനെ പറയുന്നത്. ഭയങ്കര ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹലോ, ഓക്കെ, താങ്ക് യു. ഈ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ മുഴുവൻ കടകളാട്ടോ. സോവിനീർ കടകളും ബാക്കി സംഭവങ്ങളാണ്. ഇവിടെ മസാല ചായ ഒക്കെ ഉണ്ട്, സമോസയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. ചലോ ഹിന്ദി. ഇവിടുന്ന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. ഏകദേശം 160-170 സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമുക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇവിടെ ഒരു കിളിക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവ മേരി മാർഗരറ്റ് സാഹസികമായി കിളിക്കൂടിൻ്റെ ഉള്ളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി ഏതറ്റം വരെ മാർഗരറ്റ് പോകും. ഇതാട്ടോ കിളിക്കൂട്, ബാക്കിൽ വാട്ടർഫോളും. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടി 2-3 ഫോട്ടോസ് എടുക്കാൻ പോവാണ് ഗൈസ്. അവിടെ വന്നിട്ടൊരു ഹോട്ടൽ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു പൂളുണ്ട്. ഇൻഫിനിറ്റി പൂള് പോലത്തെ ഒരു സെറ്റപ്പാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്താണ് വാട്ടർഫോള്. നടക്കാം. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം. എങ്ങനെയായിരുന്നു? നൈസ്. ഇറങ്ങാൻ നല്ല സുഖമായിരുന്നു. വിചാരിച്ചില്ല ഇത്രയും പാടാവുന്നു. കുറെ പേരെ കണ്ടു അവിടെ പിണ്ടിയിട്ടിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൽ വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുളിക്കാൻ പാകത്തിന് വരണം. തോർത്തുമുണ്ടും ബാക്കി പരിപാടികളൊക്കെ ആയിട്ട്. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ടുപോകാന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നണില്ല. പക്ഷേ ഈ ചൂട് വെതറിൽ നിങ്ങൾ അവിടെ കുറച്ചു നേരം കിടന്ന് കുളിച്ച് ആർമാദിച്ച് ഉല്ലസിച്ച് പോവുകയാണെങ്കിൽ അത് വൈബായിരിക്കും ഗൈസ്. വേണ്ട ഗൈസ്, കാട്ടിൽ നിന്ന് തന്നെ വെള്ളമായിരിക്കും. പാമ്പുണ്ടാവും. നീ കണ്ടായിരുന്നാ? ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് മുതുക്കം പാമ്പ്, ഇങ്ങനെ വലിയ പാമ്പ്. എവിടെ? ഒരു കാട്ടില്, വെള്ളത്തില്. ഒരു കാട്ടിലല്ല, വെള്ളത്തിൽ കുറെ പേര് ഇങ്ങനെ നനഞ്ഞു നിൽക്കുക. കുളിക്കണേൻ്റെ ഇടയിൽ കയറിയിട്ട് അവരിങ്ങനെ നോക്കുക ഇങ്ങനത്തെ വെള്ളത്തിൽ. അതുകൊണ്ട് എനിക്ക് പൂളിൽ കുളിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനത്തെ വെള്ളത്തിൽ ഡേഞ്ചറസാ.
അങ്ങനെ നമ്മൾ നുന്നും വാട്ടർഫോളിന്റെ അവിടെ എത്തി. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. നേരത്തെ മിസ്റ്റർ അജയ് സ്റ്റീഫൻ റെക്കോർഡ് അമർത്താൻ വിട്ടുപോയി. അപ്പൊ കേസ് ഇന്നത്തെ യാത്ര നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു ക്യാബിലാണ്. നമ്മളുടെ അക്കോമഡേഷനിൽ നിന്നൊരു ക്യാബ് ബുക്ക് ചെയ്തു. അക്കോമഡേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1.5 മണിക്കൂറുണ്ട് ഈ നുന്നും വാട്ടർഫോളിലേക്ക്. റൈറ്റ്. ഇത് മാത്രമല്ല, ഇവിടെയുള്ള വേറെ കുറെ സംഭവങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇന്നൊരു ദിവസം. നമ്മൾ ബൈക്ക് എടുത്ത് പോവാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു ആയതുകൊണ്ട് കുറച്ച് സീനായിരിക്കും, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഏർലി മോർണിംഗ് ആയതുകൊണ്ട് ഇവിടെ വലിയ തിരക്കൊന്നുമില്ല, ആൾക്കാരൊന്നുമില്ല, ഭയങ്കര ശാന്തമാണ്. അപ്പൊ ഡ്രൈവർ പ്രത്യേകം പറഞ്ഞു ഇന്നലെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇവിടെ, അത് കാരണം വഴുക്കൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും പോയി നോക്കാം. ഇവിടെയൊക്കെ കാട് പോലത്തെ സ്ഥലാട്ടോ. സോറി, കാടാണ്. പോലത്തെ സ്ഥലം ഇവിടുന്ന്. ഇവിടെ വന്നപ്പോ ഇവയുടെ പപ്പ എന്നോട് ചോദിച്ചു ബാലി കേരളം പോലെയാണോ എന്ന്. ഞാൻ പപ്പേരെ അടുത്ത് കേരളം പോലെ ഒന്നല്ല, ഇത് ഡിഫറെന്റ് ആന്ന് പറഞ്ഞത്. പക്ഷെ ഇത് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം പോലെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും പച്ചപ്പ്, തെങ്ങ്, മരങ്ങള്, നമ്മുടെ നാട്ടിലെ ചീര, വെണ്ട, കൈപ്പയ്ക്ക, സാമ്പാറിനുള്ള വെണ്ടയ്ക്ക എല്ലാം കിട്ടും ഇവിടെ. അതൊക്കെ നീ കണ്ടാ? ഞാൻ കണ്ടില്ല. വെറുതെ തള്ളിവിടാലോ. കിനാക്കൾ കടം തന്ന ലോകം. നമ്മൾ ആദ്യമായിട്ട് ബാലിയിൽ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിൽ വന്നിട്ടേ ഒരു തിരക്കുമില്ലാതെ ഇതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം കാണണത്. ചിലപ്പോ ഈ ടൈമിന് ഇതിപ്പോ ടൂറിസ്റ്റ് ടൈം അല്ലേ? ഇതിന് ടൂറിസ്റ്റ് ലൊക്കേഷൻ അല്ലേന്ന് എനിക്കിപ്പോ തോന്നണേ. ഒടുക്കത്തെ സ്റ്റെപ്പ്, എന്തോരം സ്റ്റെപ്പാന്നറിയോ? ഗൈസ്, ഏതാണ്ട് ആ ഭാഗത്തെ വാട്ടർഫോള് നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോവാനായിട്ട്. ഞാൻ കുറെ ബാലിക്ക് പോയ മലയാളി വ്ളോഗേഴ്സിന്റെ വീഡിയോ കണ്ടിരുന്നു. ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ. നീ ഇതൊക്കെ എവിടെ പോക്കിക്കൊണ്ട് തന്നെ പൊന്നുമോനെ. മറ്റുള്ളവർ സഞ്ചരിക്കാത്ത വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം, മനസ്സിലായ? നീന്ന് പറഞ്ഞ പോലെ എന്തിനാ എന്നെ പിടിച്ച് വലിച്ച്? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതൊന്നും. രാത്രി ഇവിടെ നിന്ന് പോവരുത്, ഇതിന്റെ അകത്ത് കിടന്നുറങ്ങണം. നേച്ചറിനോട് തൊട്ട് ഉരുമ്മി എങ്ങനെയുണ്ടാവും? നീ വേറെ ആരെങ്കിലും ഉരുമി കിടന്നോ? ചെല്ലി നടക്ക് നടക്ക്. മഴവില്ല, മഴവില്ല, വാ വാ വാ. അവിടെ വേറെ വെള്ളച്ചാട്ടം ഉണ്ട് വലുത്, ആരും ഇല്ലാത്തത്. അതായത് നമ്മൾ മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ്. ഇതാണ് ഗൈസ് വെള്ളച്ചാട്ടം, നമ്മള് പറഞ്ഞ വെള്ളച്ചാട്ടം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? തിരക്കില്ല, ഒരാളുമില്ല, തിരക്കല്ല, ഒരാൾ പോലും ഇല്ല എക്സ്ട്രാ. മലർച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം, അവയിൽ കാണാതാകുന്നീതോരോ മോഹം, ഓരോ വർണ്ണം. ആരാരോ പാടുവതാരി നീ ആരാധരാഗം. അറിയാമോ പിറാക്കളെ ഇന്നിനി എൻ ജീവിതം. അങ്ങനെ നമ്മൾ നും നും വാട്ടർഫോള് കണ്ടു. ഇത് ഇറങ്ങിയപ്പോ ഇത് വിചാരിച്ചില്ല, ഇത് വെറുതെ ചാളിയായിരിക്കുന്ന വിചാരിച്ചത്. നമ്മൾ ഇന്നലെയൊക്കെ പോയ വാട്ടർഫോൾ വന്നിട്ട് ഭയങ്കര ക്രൗഡഡ് ആണ്, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല, കംപ്ലീറ്റ്ലി ഇൻടു നേച്ചർ. അതായത് അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര കമേഴ്ഷ്യലൈസ് ചെയ്യപ്പെട്ടതാണ്. പക്ഷെ ഇതെന്ന് വെച്ചാൽ നേച്ചറിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു വാട്ടർഫോൾ ആണ്, ആരും വരാത്തതാണ്. അപ്പൊ എന്തായാലും നമ്മളിനി തിരിച്ചു പോകണം, നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഹന്താര ഗേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഏകദേശം 1 മണിക്കൂർ അല്ല 3/4 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ഇത് വെർത്താണോ എന്ന് ചോദിച്ചാലേ, ഇവിടേക്ക് വരാനുള്ള എൻട്രി ടിക്കറ്റ് 1 ലക്ഷം രൂപയാണ് 2 പേർക്കും കൂടി. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ 3 മിനിറ്റ് സമയം ഇവർ നമുക്ക് തരാം ഫോട്ടോ എടുക്കാൻ വേണ്ടി. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം. ഇതൊന്നും ഞാൻ ബർത്ത്ഡേ ബ്രദറിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിക്കുട്ടാ. ആള് കാണാമല്ലോ. നമ്മുടെ ദോത്തറാണ്, ഞങ്ങളുടെ ദോത്തർ. എത്ര പേരുടെ കിഡ്നി അവൻ എടുത്തിരിക്കണെന്നറിയോ? ഹന്താര ഗേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി വന്നിട്ട് ഒരു ഗോൾഫ് കോഴ്സ് ഉണ്ടാകത്ത്, അതിന്റെ എൻട്രൻസ് മാത്രമാണ് ഈ ഹന്താര ഗേറ്റ്. അപ്പൊ അവരത് മാർക്കറ്റ് ചെയ്തിട്ട് ബാലിയുടെ ഒരു സിമ്പിളാക്കി മാറ്റി അവിടെ ടൂറിസ്റ്റിനെ വിളിച്ചു വരുത്തി. നമ്മൾ ഏകദേശം 1 ലക്ഷം ഇവിടുത്തെ രൂപ, അതായത് 530 ഇന്ത്യൻ റുപ്പീസ് 2 പേർക്കും കൊടുത്ത് ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് തിരിച്ചു പോണു. 3 മിനിറ്റ് സമയം അതിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും, അതിന്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല. ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കുക, അത് മാത്രമേ ഉള്ളൂ. ഞാനേ തിരുമുടിക്കുന്നതിന് ഹന്താര ഗേറ്റ് പണിത് 100 രൂപയ്ക്ക് വിൽക്കാൻ പോവാ. ഞാൻ പറഞ്ഞ ടൂറിസം ഒരു മാർക്കറ്റ് ചെയ്യുന്ന രീതികളെ ഇവരും മാർക്കറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ നാട്ടിലും സംഭവങ്ങൾ മാർക്കറ്റ് ചെയ്താൽ ഗംഭീരായിരിക്കും അല്ലേ?
അപ്പൊ അങ്കമാലി ടൗൺ എന്താണ്, കൊടുങ്ങല്ലൂർ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നോരോന്ന് കാണിച്ചു കൊടുക്കുക. ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥലത്ത് പെട്ടെന്ന് എത്തി. അവിടെ നിന്ന് ഇവിടുന്ന് 2 മിനിറ്റ്. ഇത് വന്നിട്ടൊരു ടെമ്പിൾ ആണ്, ഉലന്താനു ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര്. ഇത് വന്നിട്ടൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹിന്ദു ടെമ്പിൾ ആണ്. മാത്രമല്ല ഇത് വന്നിട്ട് വെള്ളത്തിന്റെ നടുക്കാണ് ഈ ഒരു അമ്പലം. വൈബ് സീനായിരിക്കും. അടിപൊളിയായിരിക്കും. പക്ഷെ അമ്പലത്തിൽ കയറണമെങ്കിൽ ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. എന്താല്ലേ ടൂറിസം വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ കുതിച്ചു പൊന്തണത്. നമ്മളിങ്ങനെ ചെയ്യണ്ട. അത് അതിരപ്പള്ളിയൊക്കെ പൊളിക്കണം, മദാമ്മമാരൊന്നുകൂടെ കുളിക്കണം. 2 ലക്ഷം രൂപ എടുത്തു, 50,000 ബാക്കി കിട്ടി. 1,50,000 രൂപ ടിക്കറ്റിന് ഒപ്പം 2 കുപ്പി വെള്ളം ഫ്രീ ആയിട്ട് തരും. ഇവിടെ അമ്പലം എന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഗാർഡനും ലേക്കും സംഭവങ്ങളൊക്കെ കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. 2 കുപ്പി കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം 1 കുപ്പി ഞാനിപ്പോ തന്നെ കുടിച്ച് തീർക്കണം ഗൈസ്. കയ്യിന്ന് കുപ്പി ഒഴിവാക്കാൻ വേണ്ടി വെള്ളം കുടിച്ചു തീർത്തു. കുപ്പി കളയാനായിട്ട് സ്ഥലമില്ല. It's a new world out there, go make it. ഗൈസ്, ഒന്നും പറയാനില്ല, കണ്ണടച്ചു പറയാം, മസ്റ്റ് വിസിറ്റ്. അടിപൊളി സ്ഥലം. ഫുള്ള് ചില്ല്, ഫുള്ള് റിലാക്സ്, അടിപൊളി. നല്ല ക്ലൈമറ്റ്. ഇത്ര പ്ലസന്റ് ആയിട്ടൊരു സ്ഥലം ഞാൻ ഇത്ര ദിവസത്തിനിടയിൽ കണ്ടിട്ടില്ല കേട്ടോ. ക്രൗഡ് ഉണ്ടെങ്കിൽ കൂടി ഭയങ്കര പ്ലസന്റ്, നല്ല ക്ലൈമറ്റും. എനിക്ക് തോന്നുന്നു അമ്പലമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു കാംനെസ്സും അതൊക്കെ കാരണം തോന്നുന്നു ഭയങ്കരമായൊരു പീസ്ഫുൾനെസ്. അമ്പലമാണെങ്കിലും ഭയങ്കര ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ്. അതെ, ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്, മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. അടിപൊളി സ്ഥലം കേട്ടോ. ഹലോ, നല്ല ഫ്രണ്ട്ലി ആട്ടോ ഇവിടുത്തെ ആൾക്കാരൊക്കെ. എല്ലാരും ഹലോ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. അതിപ്പോ സായിപ്പന്മാരാണെങ്കിലും ഇവിടുത്തെ ആൾക്കാരാണെങ്കിലും. പച്ചത്തവളയുടെ ഫോട്ടോ എടുക്കണ ചൊറിത്തവള. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. ഓ, ബ്യൂട്ടിഫുൾ അല്ലടാ ഇത് കാണാനായിട്ട്. കാംനെസ് ഉണ്ട്, നല്ല ബ്ലിസ്ഫുൾ ആണ്. ഹിന്ദു ടെമ്പിൾ ആണെങ്കിൽ കൂടി ഇവിടെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. ഹോട്ട് ഡോഗ് കിട്ടും, സാൻഡ്വിച്ച്, ചിക്കൻ ബർഗർ ഒക്കെ ഉണ്ട് ഇവിടെ. ഗൈസ്, അപ്പൊ എന്റെ ഫുഡ് ഇവിടെ എത്തിട്ടോ. ഞാൻ പറഞ്ഞത് ഒരു ബാലിനീസ് റൈസ് ആണ്. ഇതിൽ ചോറുണ്ട്, പച്ചക്കറി ഉണ്ട്, ചിക്കൻ ഉണ്ട്, മുട്ടയുണ്ട്, പയറുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പയറല്ലട കുരങ്ങത്, കപ്പലണ്ടിയാ. കപ്പലണ്ടി ഉണ്ട്, മുളകുണ്ട്, എല്ലാ സംഭവങ്ങളായിട്ടോ ബാലിനീസ് റൈസ് വന്നിട്ടുള്ളത്. ഇത് സംഭവം നൈസാണ്, വെറുത്താണ്. ഇത് എത്ര, 30 രൂപയോ? 35,000 ബാലിനീസ് റുപ്പീസ് ആട്ടോ. 35,000 ഇതിന്റെ വില. അയ്യോ, വായിൽ വെള്ളം പറഞ്ഞോണ്ട് കേട്ടോ. എന്തായാലും കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഇവ ഓർഡർ ചെയ്ത നൂഡിൽസ് ഇവിടെ എത്തി. നൂഡിൽസ് എങ്ങനെയാ കഴിച്ചു നോക്കി? വെജ് നൂഡിൽസാണ്. നല്ലൊരു ഗൈസ്, നമ്മുടെ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തി. ലക്കി വാട്ടർഫോൾ ആണ്. ഇവിടുന്ന് നോക്കിയിട്ട് ഡൂറിയാൻ ഉണ്ടായി നിൽക്കുന്നത്. ചക്ക പോലെയായിട്ട് ഇവിടെ ഡൂറിയാൻ ഉണ്ടായി നിൽക്കണ പറമ്പില്. വെതർ കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? വെതറൊന്നും കുഴപ്പമില്ല, സ്റ്റെപ്പിന് കുറവൊന്നുമില്ല എന്ന് തോന്നണേ കണ്ടിട്ട്. ഡൂറിയാൻ ഇവിടുത്തെ ചക്ക പോലത്തെ ഒരു പഴ, ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ ഇതിന്റെ രുചി നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ കഴിച്ചിട്ടുള്ളത് അത്. ഇന്ന് വന്ന ഒരു സ്ഥലത്ത് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു തിരക്ക് നമ്മൾ കണ്ടില്ല. ഗൈസ്, നമ്മൾ വെള്ളച്ചാട്ടത്തേക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ഇറങ്ങി വന്നു. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം അടുത്തേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മറ്റേ പുലിമുരുകലിലെ പാല ഓർമ്മ തന്നെ. അത്ര വലിയ പാലല്ല എന്നാലും. ഈ പാലല്ലേ? വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറായിട്ടോ. ഇവിടുന്ന് ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ തിരക്കൊന്നും കാണാനില്ല. ഇനി അവിടെ ആൾത്തിരക്കുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. മേരി മാർഗരറ്റ് വയ്യണ്ട ദേഷ്യം വന്നിട്ട്. കാടിൻ്റെ നടുക്ക് കൂടെയുള്ള യാത്ര എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു എക്സ്പീരിയൻസോ. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. നല്ല രസമുണ്ട്, പേടിയാണ്. പക്ഷെ അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് ഒരു ഇരുളിമ മൊത്തത്തില്. ഇറ്റ് വാസ് എ വെർത്ത് വിസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഭയങ്കര ഹാപ്പിയായി. ഒട്ടും തിരക്കില്ലാത്ത മറ്റൊരു വാട്ടർഫാൾ കൂടി നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. നല്ല രസമാണ് കേട്ടോ. അവിടെ ചെന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഭയങ്കര വൈബാണ്. കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര പീസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾ വരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതും ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ്. ഇനിയും ഒരുപാട് വാട്ടർഫാൾസ് ഉണ്ട് ബാലിയിൽ. എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഈ കുറവ് ദിവസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു
ഇവളിത് അഹങ്കാരം കൊണ്ടല്ല കേട്ടോ കണ്ണിൽ വെച്ചിരിക്കുന്നത്. കണ്ണ് നടന്ന് വെയിലടിച്ച് ടയർഡായതുകൊണ്ട് ആ ടയർഡ്നെസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വലിയ സീനാണ്. അത് കാരണം കേട്ടോ പാവ അവളൊരു ബ്ലൈൻഡായ അന്തയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളോട് അവസാനിപ്പിക്കുന്നു. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബാലി ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് പോകാണ് അടുത്ത സ്ഥലത്തേക്ക്, ബാലിയിൽ തന്നെ മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എല്ലാവരും ബൈ.